കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നോമ്പിൻ്റെ 40 ദിനങ്ങൾ കഴിഞ്ഞു വരുന്ന ശനിയാഴ്ച, ഊഷാന ഞായറാഴ്ചയ്ക്ക് തൊട്ടു മുമ്പുള്ള ശനിയാഴ്ച, ലാസറിൻ്റെ ശനിയാഴ്ചയായി പരിശുദ്ധ സഭ ക്രമീകരിച്ചിരിക്കുന്നു. ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ലാസറിനെ ഉയിർപ്പിച്ച ഈ സംഭവം എന്തിനാണ് ഇപ്രകാരം കഷ്ടാനുഭവാഴ്ചയ്ക്ക് തൊട്ടു മുമ്പ് ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, പരിശുദ്ധ സഭയുടെ പഠിപ്പിക്കൽ അനുസരിച്ച് ക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരുന്നു എന്നത്രേ. പൂർണ്ണ മനുഷ്യനായിരുന്ന ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെ നമ്മുടെ മുമ്പിലേക്ക് വരച്ചു കാട്ടുകയാണ് ലാസറിൻ്റെ കല്ലറയുടെ അരികിലേക്ക് വരുന്ന ക്രിസ്തു അവനെ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്നും അവൻ്റെ മരണത്തെ ഓർത്ത് അവൻ കണ്ണുനീർ വാർക്കുന്നതും. എന്നാൽ മരിച്ചിട്ട് 4 ദിവസം കഴിഞ്ഞ് ജീർണിച്ചു തുടങ്ങിയ ഒരു ശരീരത്തെ ജീവനിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ, ഉയർപ്പിക്കുന്നതിലൂടെ ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ പൂർണ്ണമായി വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. കഷ്ടാനുഭവാഴ്ചയിലേക്ക് പ്രവേശിക്കുന്ന നമുക്ക് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പൂർണ്ണ മനുഷ്യനെന്ന നിലയിൽ സഹനങ്ങൾ ഏറ്റെടുക്കുകയും മരിക്കുകയും ചെയ്തവൻ പൂർണ്ണ ദൈവത്വം അവനിലുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന തലത്തിൽ അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്നു. ഇത് അനുസ്മരിക്കുകയാണ് പരിശുദ്ധ സഭ. ലാസറിൻ്റെ ശനിയാഴ്ച നമ്മളെ പഠിപ്പിക്കുകയാണ്. നമുക്ക് പ്രതീക്ഷകളോടുകൂടി അവൻ്റെ കഷ്ടാനുഭവങ്ങളിൽ പങ്കുചേരുകയും അവൻ്റെ ഉദ്ധാനത്തിൽ നമുക്ക് വിശ്വാസം അർപ്പിക്കുകയും ചെയ്യാം. ദൈവം അനുഗ്രഹിക്കട്ടെ.